എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ ലൂഫിയും നമ്മുടെ എയ്സും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടയടി ബഹളം. ഫൈറ്റിന്റെ അവസാനം എയ്സ് ആണെങ്കിൽ ഇപ്പൊ ലൂഫി അട്ടിച്ച് താഴെയിടും. അത് കണ്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ ചാടി കൈയൊക്കെ അടിക്കും. അതിനുശേഷം എയ്സിന് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ആക്ച്വലി നമ്മുടെ ആൾക്കാര് അവർ ഫൈറ്റ് ചെയ്ത് കളിക്കുകയാണ്. അടുത്തതായിട്ട് എയ്സുമായിട്ട് മൽപ്പിടിക്കാൻ വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഫ്രണ്ട് തന്നെ. അവരും വമ്പൻ പവറില് വമ്പൻ എനർജിയില് അങ്ങനെ ഏറ്റുമുട്ടുകയാണ്. ഒരു പരിധി വരെ അവര് കട്ടയ്ക്ക് ഒരുപോലെ ഫൈറ്റ് ചെയ്യും. പക്ഷേ ഫൈറ്റിന്റെ എൻഡ് ആവുമ്പോ എയ്സ് ക്യാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട് പയ്യനെ അവനെ മലർത്തി അടിക്കും. ലൂഫിക്കാണെങ്കിൽ അവരുടെ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ കുറെ കൂടെ ആവേശാവും. ആ ഫ്രണ്ടുമായിട്ട് ഒന്ന് മൽപ്പിടിച്ചാൽ കൊള്ളാന്ന് ലൂഫിക്ക് തോന്നും. ലൂഫി ആണെങ്കിൽ അവന്റെ കൈവിരലുകളൊക്കെ വലിച്ച് ഒരു ഗാർഡ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഫ്രണ്ട് ഓടി വന്ന് ആ വിരലുകളിൽ അങ്ങനെ പിടിച്ചു വലിച്ച് അത് അവന്റെ ഫേസിലേക്ക് തന്നെ ആഞ്ഞട്ടിപ്പിക്കുകയാണ്. എയ്സിനാണെങ്കിൽ അതൊക്കെ കണ്ട് അവന്റെ ചിരി അടക്കാനായിട്ട് കഴിയില്ല. ലൂഫി, ആക്ച്വലി നീ വെറും ഒരു വേസ്റ്റ് ആണ്. ഇത്രയും വലിയൊരു പവർ കിട്ടിയിട്ട് പോലും നിനക്കത് ഉപയോഗിക്കാൻ അറിയില്ല. അത് കേട്ട് ലൂഫി ആണെങ്കിൽ പല്ലൊക്കെ കടിച്ചമർത്തി ഒരു മൂലയ്ക്ക് പോയിരിക്കും. ഫ്രണ്ട് ആണെങ്കിൽ അവർ ഫൈറ്റ് ചെയ്ത ഓരോ ബാറ്റിലും കൗണ്ട് ചെയ്യും. 50 തവണ നമ്മുടെ ലൂഫി ഫ്രണ്ടിനോടും എയ്സിനോടും ഫൈറ്റ് ചെയ്ത് തോറ്റു. അതേസമയം ഫ്രണ്ടും എയ്സും പരസ്പരം ഫൈറ്റ് ചെയ്ത് എയ്സ് 26 തവണ ഫ്രണ്ടിനെ തോൽപ്പിച്ചു. ഫ്രണ്ട് ആണെങ്കിൽ 24 തവണ. സോ ഈ ഒരു മത്സരത്തില് വിൻ ചെയ്തത് നമ്മുടെ സ്വന്തം എയ്സ്. ലൂഫി ആണെങ്കിൽ ആറ്റിറ്റ്യൂഡൊന്നും വിടാതെ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്കിപ്പോ 7 വയസ്സല്ലേ ഉള്ളൂ, നിങ്ങളെപ്പോലെ ഞാനും 10 വയസ്സെത്തുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ തോൽപ്പിക്കുമെന്ന് പറയും. അതിന് എയ്സ് പറയും, നിനക്ക് 10 ആവുമ്പോൾ ഞങ്ങൾക്ക് 13 ആവും. വെറുതെ തള്ളി മറിക്കാതെ വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മുതലയെ പിടിച്ച് കഴിക്കാന്ന് പറയും. അങ്ങനെ അവർ 3 പേരും നദിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ മുതലകളെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. പക്ഷെ ലാസ്റ്റ് ടൈം അവനൊരു മുതലയുടെ വായിൽ പോയത് ഓർക്കുമ്പോൾ അവന് കുറച്ച് പേടിയും തോന്നും. അടുത്ത നിമിഷം അവര് 3 പേരും വെള്ളത്തിലേക്ക് ചാടി വീണ് മുതലയെ തല്ലിക്കൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും നമ്മുടെ ആൾക്കാരുടെ സ്കില്ലും കൂടി വരും. കട്ട് ചെയ്താ ഇപ്പൊ ദൂരത്തായിട്ട് വലിയൊരു സിറ്റി കാണിക്കുകയാണ്. ആ ഒരു വലിയ പട്ടണത്തിലേക്ക് എല്ലാവർക്കും പോകാനായിട്ട് കഴിയില്ല. അതിനൊരു ഗ്രേറ്റ് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴിയാണ് അവിടെയുള്ള ആളുകള് അവരുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ മുൻപ് കണ്ട ആ ഒരു ചേരിയിലേക്ക് തള്ളുന്നത്. ചേരിയിലുള്ള ആൾക്കാർ അവർ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന അതേ സമയം അവിടേക്ക് ഓടി വന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ തന്നെ ചില സാധനങ്ങൾ അവർ റീസൈക്കിൾ ചെയ്ത് അതേ പട്ടണത്തിൽ കൊണ്ടുചെന്ന് വിൽക്കും. അങ്ങനെ ഒരു ദിവസം ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ റീസൈക്കിൾ ചെയ്ത് ഇപ്പൊ ആ സിറ്റിയിലേക്ക് കടന്നു പോവാണ്. ആ സിറ്റിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരുപാട് ഗാങ്സ്റ്റർ ടീമൊക്കെ ഉണ്ട്. ഇവരാണെങ്കിൽ ഹുഡിയൊക്കെ ഇട്ട് അകത്തേക്ക് വന്നവൻ അവരാണെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ മുമ്പിൽ തന്നെ ചെന്നുപെടും. അടുത്ത നിമിഷം ആ ഹുഡി അതങ്ങ് വലിച്ചെറിഞ്ഞ് അതിലൊരു മെയിൻ വില്ലനെ അവൻ ചവിട്ടി തെറിപ്പിക്കും. ഹൂഡി തെറിച്ചു പോകുമ്പോഴായിരിക്കും അതിന്റെ അകത്തുള്ളത് ആരാണെന്ന് കാണുക. മറ്റാരുമല്ല, നമ്മുടെ ആശാന്മാര് 3 പേര്. അവര് 3 പേരും ഓരോരുത്തരുടെ തോളിൽ കയറി ഇരുന്നാണ് അത്രയും വലിയ സൈസില് സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണിൽ പൊടിയിട്ട് അകത്തേക്ക് കയറി കൂടിയത്. നമ്മുടെ ആൾക്കാര് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ആ ഗാങ്സ്റ്റർ ടീമിനെ തല്ലി ഒരു മൂലക്കിട്ട് അവിടെ തന്നെ പണക്കാർ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോവാണ്. അവരിപ്പോ ആ സിറ്റിയിലേക്ക് വന്ന് അവര് പിടിച്ച മുതലയുടെ സ്കിന്ന് അത് വലിയ വിലക്ക് അവിടെ വിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ നടത്തവും കോട്ടും സ്യൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ അവിടെയുള്ളവരാണെങ്കിൽ വണ്ടടിച്ച് നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കും. നമ്മുടെ ആൾക്കാർ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ റെസ്റ്റോറന്റിലേക്ക് വരും. എന്നിട്ട് കയ്യിലുള്ള ഒരു ചെയിൻ മുദ്ര ഹോട്ടൽ ബേരറിന് കാണിച്ചു കൊടുക്കും. ആളാണെങ്കിൽ അത് കണ്ട് ഷോക്കായി, വാവ്, നിങ്ങളെപ്പോലുള്ള VIPസിനാണ് ഈ ഒരു ഹോട്ടല് എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുക. നിങ്ങളെ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഞാൻ വെൽക്കം ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ വെൽക്കം ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു സിമ്പല് അത് തെരുവിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നൂഡിൽസ് തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലേഡി ബേറർ അവള് നൂഡിൽസ് സെർവ് ചെയ്യേണ്ട താമസം സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ആൾക്കാർ അകത്താക്കും. ലൂഫിക്ക് ഒരു അല്പ ആവേശം കൂടിപ്പോയി അവനവന്റെ കൈ അങ്ങനെ നീട്ടി അവളുടെ കയ്യിൽ നിന്ന് ആ നൂഡിൽസ് പിടിച്ചെടുക്കും. അവള് പേടിച്ചു വരച്ച് ആ കാര്യം ഇപ്പൊ ഹോട്ടൽ മാനേജറിനോട് പറയും. ആള് സ്ട്രെയിറ്റ് ആയിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ ആശാന്മാർ 3 പേരും നൂഡിൽസ് വെട്ടി വിഴുങ്ങുന്നത് കാണുക. നമ്മുടെ ആൾക്കാരുടെ കള്ളത്തരം പൊളിഞ്ഞു എന്ന് മനസ്സിലായ ഓൺ ദ സ്പോട്ട് അവരിപ്പോ ജനലൊക്കെ തകർത്ത് പുറത്തേക്ക് ചാടും. ഇവിടെ ഹോട്ടലിലാണെങ്കിൽ നമ്മുടെ ലൂഫി അവൻ നിധി ലൂഫി എന്നൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അപ്പൊ നമ്മുടെ ടീമിലുള്ള ആ ഫ്രണ്ട് അവനെ ആരോ ഒരാള് ഇപ്പൊ പേരെടുത്ത് വിളിക്കും. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് പോവും. ഉടനെ അവനെ പേര് വിളിച്ച ആ ഒരാള് ആളങ്ങനെ പല്ലൊക്കെ കടിച്ച് ഫുൾ കലിപ്പിൽ നിൽക്കും.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവരിപ്പോ വില്ലേജിലേക്ക് തിരികെ വരും. വില്ലേജിലേക്ക് തിരികെ വന്ന ഉടനെ എയ്സും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ ഒരുപോലെ സത്യം പറയല് നീ ആരാ, അവിടെ വെച്ച് നിന്റെ പേര് വിളിച്ച ആള് അതാരാണ് നിന്റെ. അവനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. അവൻ ഒരുപാട് നേരം അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ വേറെ വഴിയില്ലാതെ അവൻ സത്യമെല്ലാം അവരുടെ മുൻപിൽ തുറന്നു പറയാണ്. ഞാൻ ആക്ച്വലി ആ ടൗണിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് സത്യത്തില് അച്ഛനും അമ്മയും ഉണ്ട്. ഞാൻ നിങ്ങളോട് ഇത്രയും കാലവും പറഞ്ഞതെല്ലാം കളവാണ്. എന്നെ പേരെടുത്ത് വിളിച്ചത് മറ്റാരുമല്ല, എന്റെ പപ്പ തന്നെയാണ്. ഇവിടെ ലൂഫി എയ്സു ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് വണ്ടറടിച്ച് അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങളോട് ഇത്രയും കാലവും ഇത് പറയാതിരുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ലൂഫി ആണെങ്കിൽ അപ്പൊ തന്നെ അവര് മാപ്പ് കൊടുക്കും. പക്ഷെ എയ്സ് പറയും, മാപ്പിനൊക്കെ മുൻപ് നീ എന്തിനു വേണ്ടി ഞങ്ങളോട് കള്ളം പറഞ്ഞുവെന്നും അത്രയും വലിയ ഒരു റിച്ച് ഫാമിലിയിൽ ജനിച്ചിട്ടും നീ എന്തിന് ഇവിടേക്ക് വന്നെന്നുമുള്ള എല്ലാ സത്യവും ഞങ്ങളോട് തുറന്നു പറയണം. ഉടനെ അവനാണെങ്കിൽ അവന്റെ സ്റ്റോറി പറയും. ആക്ച്വലി ആ ഒരു സിറ്റിയിലെ ഒരു വലിയ റിച്ച് ബംഗ്ലാവിലാണ് അവൻ ജനിച്ചത്. ചെറുപ്പം മുതലേ അവന്റെ അച്ഛനും അമ്മയും അവനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. നിനക്ക് നല്ല ബുദ്ധിയും വിവരമൊക്കെ വേണം, എങ്കിലും മാത്രമേ നമ്മളെപ്പോലെ തന്നെ വലിയൊരു റോയൽ ഫാമിലിയിൽ നിന്ന് നിനക്കൊരു റിച്ചായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റൂ. അതാണ് നിന്റെ ലൈഫിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ കുഞ്ഞൻ ഫ്രണ്ടിന് അച്ഛനും അമ്മയും പറയുന്നത് എന്താണെന്ന് പോലും ചെറുപ്പത്തിൽ മനസ്സിലായിരുന്നില്ല. എങ്കിലും അവർ സന്തോഷിപ്പിക്കാനായിട്ട് അവരതിനെല്ലാം തല ആട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛന്റെ കാർഗോ ഷിപ്പ് അത് കടലിൽ മുങ്ങിപ്പോയി എന്നൊരു ന്യൂസ് ആളെ തേടിയെത്തും. പക്ഷെ ആളുടെ വിഷമം അതിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതായിരുന്നില്ല. അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരുന്ന കാർഗോസ് അത് നഷ്ടപ്പെട്ടു പോയതിലുള്ള സങ്കടം മാത്രമായിരുന്നു. അങ്ങനെ ആള് ഫുൾ കലിപ്പില് ടേബിളിലൊക്കെ ആഞ്ഞടിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞ ഫ്രണ്ട് അവനിപ്പോ അവൻ വരച്ച ചിത്രം പപ്പയെ കാണിച്ചു കൊടുക്കുക. ആ ചിത്രം കാണേണ്ട താമസം അത് അദ്ദേഹം അച്ചരം പൊച്ചരം വലിച്ചെറിയാണ്. ഈ സമയത്താണോ നീ ഇതൊക്കെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തരുന്നത്? വെറുതെ സമയം കളയാതെ എന്തെങ്കിലും 4 അക്ഷരം പഠിക്കാൻ നോക്കുന്നു പറഞ്ഞ് അവനെ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് പറഞ്ഞയക്കും. അവൻ ഒത്തിരി വിഷമത്തില് ഇപ്പോ വീടിന് പുറത്തേക്ക് വരുമ്പോ റോയൽ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു കിറുക്കൻ ചെക്കൻ അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ചെക്കനെ വല്ലാതെ വെറുപ്പിക്കും. പക്ഷെ ഓൾറെഡി മനസ്സ് തകർന്നിരുന്ന അവനെ മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് നടന്നു പോവും. റോയൽ ഫാമിലി പയ്യൻ ഒരു കത്തി കയ്യിലെടുത്ത് നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് കടന്നു പോകും ചോദിച്ച് അവനുമായിട്ട് പൊരിഞ്ഞാട്ടി. ഫൈറ്റിന്റെ അവസാനം ഇപ്പൊ റോയൽ ഫാമിലിയിലെ ആ ഒരു പയ്യൻ അവനാണെങ്കിൽ അവന്റെ അമ്മയും കൂട്ടി നമ്മുടെ ഫ്രണ്ട് പയ്യന്റെ വീട്ടിലേക്ക് വരും. ഫ്രണ്ടിന്റെ അമ്മയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കില്ല. അങ്ങനെ കൈവീശി അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. നീ റോയൽ ഫാമിലിയിൽ പെട്ട ഒരു കുട്ടിയുടെ മുഖത്ത് കൈവച്ചു അല്ലേ, നീ മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ റോയൽ ഫാമിലിയിലെ കുട്ടിയെ അവനെ കൊഞ്ചിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ പയ്യനാണെങ്കിൽ അതെല്ലാം കണ്ട് അവന്റെ കുഞ്ഞു മനസ്സ് തകർന്നു പോവാണ്. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയ്ക്കും പണവും പദവിയും മാത്രം മതിയെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടിയെ അവരെ മാത്രമേ നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവന് ചെറുപ്പം മുതൽക്ക് ഒരുപാട് ട്രെയിനിങ് പപ്പയും അമ്മയും കൊടുത്തിരുന്നു. അവന്റെ സ്ട്രെസ് കുറയ്ക്കാനായി പിന്നീട് എല്ലാ ദിവസവും നോബിൾ ടൗണിലേക്ക് വരാൻ തുടങ്ങി. അതറിഞ്ഞ അവന്റെ പപ്പ ഒരുപാട് കലിപ്പില് അവനെ വാൺ ചെയ്യും, ഇനി മേലാൽ നീ അവിടേക്ക് പോവാൻ പാടില്ല. പക്ഷെ അപ്പോഴും അവനത് കേൾക്കില്ല. അവൻ വീണ്ടും നോബിൾ ടൗണിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെയുള്ള സാധാരണക്കാരോട് ഇടപെട്ടും അവരുടെ സ്നേഹവും കരുതലും ഒക്കെ കണ്ട് അവൻ എപ്പോഴും അവിടേക്ക് തന്നെ പോയിരുന്നു. അതിനുശേഷം ഞാൻ എന്നേക്കുമായി ഞങ്ങളുടെ നാട് വിട്ട് ഇവിടേക്ക് വന്നു. നിങ്ങളുടെ കൂടെ കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പൊ എനിക്ക് എല്ലാ സന്തോഷമുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൈലറ്റായി തീർന്ന് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കണം എന്നതാണ്. ഉടനെ അവർ 3 പേരും ഞങ്ങൾക്ക് 3 പേർക്കും പൈലറ്റ് ആവണമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. എയ്സ് ഒരു കാര്യം തീർത്തു പറയും, നമ്മൾ എവിടെയൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എന്നും നമ്മൾ ബ്രദേഴ്സ് ആയിരിക്കും. നമ്മുടെ 3 പേരുടെ ലക്ഷ്യം വലിയ പൈലറ്റ് കിങ് ആവുക എന്നതാണ്. സോ നമ്മൾ 3 പേരും 3 ദിശയിലേക്ക് പോയാലും നമ്മളെന്നും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.